ഹലോ എവരി വൺ. ഈ വീഡിയോക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് 1 ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്സ്, അതായത് MMPC-01 ബ്ലോക്ക് 1 20 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കി പോകാം. അല്ലാതെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നടക്കാത്ത കാര്യം മൊത്തം തിയറിയാണ്. കഥ പറഞ്ഞ് എൻ്റെ ഉപ്പാട് വരും. ഞാൻ അത് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഒന്ന് പറയാണ് 20 മാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, അതൊന്ന് കയ്യിലുണ്ടാവണം. ഇതിൽ പറയുന്ന പല പോയിൻറ്റുകളും പലയിടത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, മാനേജ്മെൻറ്റ് യൂണിവേഴ്സലാണ്, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു കണ്ടിന്യൂസ്, ഒരിക്കലും നിൽക്കാത്ത ആക്ടിവിറ്റിയാണ്. ഇൻറ്റഗ്രേറ്റഡ് എഫേർട്ടാണ്, ഒരുപാട് പേര് ഒരുമിച്ച് നിന്നാലേ നടക്കത്തുള്ളൂ. പിന്നെ ഒരു വെൽ ഡിഫൈൻഡ് പ്രോസസ്സാണ്. ഇതൊക്കെ ചുമ്മാ കിടന്ന് പറയുന്ന സാധനങ്ങൾ, അല്ലാതെ പ്രത്യേകിച്ച് എന്ത് പറയാം, അത് കൃത്യ ഒരു ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ A+B² പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഉത്തരമൊന്നും ഇതിനില്ല. അപ്പോൾ ഇതുപോലത്തെ ചില കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാവട്ടെ എന്നുള്ളതേ ഉള്ളൂ. മാനേജ്മെൻറ്റ് ഇസ് എ ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു. മാനേജ്മെൻറ്റ് എന്താണെന്ന്, മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും എന്താണ് മാനേജ്മെൻറ്റ് എന്നും ഈ പറഞ്ഞ പല പോയിൻറ്റുകൾ എഴുതി നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആലോചിച്ച് വന്നാൽ കിട്ടില്ല എന്നുള്ളവർക്ക് ഒന്ന് നോക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഷുവറായിട്ട് നമ്മൾ നോക്കേണ്ട സാധനമാണ് എന്താണ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഹാരോൾഡ് ആൻഡ് ഡൊണാൾഡ് ഫങ്ഷൻസ്. ഇത് തന്നെ നമ്മൾ എന്താണ് പലയിടത്തും പഠിക്കുന്ന സാധനം. ഓക്കെ, ഒന്ന്, എവിടെ നിന്നാണ് നമ്മുടെ മാനേജ്മെൻറ്റ് തുടങ്ങുന്നത്? പ്ലാനിങ്ങിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ ചെയ്ത സാധനം ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ ആൻഡ് മണി ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കുന്നു. ഇതിൽ പറഞ്ഞ എന്ന് പറഞ്ഞ സാധനം, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുന്ന പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിലെ കുറവുകൾ നികത്തി അതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ, ഹ്യൂമൻ റിസോഴ്സ് അതായത് മനുഷ്യർക്ക് വേണ്ട, നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ട മനുഷ്യർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്ന പ്രോസസ്സാണ് അടുത്തത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. നമുക്കെല്ലാം എടുത്തു കഴിഞ്ഞു, നമുക്ക് വേണ്ട മെന്നിനെ എടുത്തു കഴിഞ്ഞു, മെറ്റീരിയൽ മണിയൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഡയറക്റ്റ് ചെയ്യണം. എന്തിൻ്റെ കൂടെ എവിടെ വർക്ക് ചെയ്യണം, എവിടെ എത്ര രൂപ ചിലവാക്കണം, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യണം, എന്തൊക്കെ മെഷീൻസ് ഇന്ന ഫാക്ടറിക്കകത്ത് വേണം, അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുക എന്നതാണ് അടുത്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോളിങ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. കൺട്രോളിങ് മീൻസ് വാട്ട്? വി ആർ മേക്കിംഗ് ഷുവർ വെദർ തിങ്സ് ആർ ഹാപ്പനിങ് ആസ് പെർ അവർ പ്ലാൻ. നമ്മളെ പ്ലാൻ പോലെയാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ഒന്ന് ഉറപ്പാക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൺട്രോളിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് എന്തായാലും പഠിച്ചു വയ്ക്കുക, എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങൾ മിനിമം ഉറപ്പായിട്ടും ചോദിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഈ പ്രോസസ്സും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, പ്ലാനിങ്ങിൽ നിന്നാണ് നമ്മൾ ഓർഗനൈസിങ്, അവിടെ നിന്ന് സ്റ്റാഫിങ്, അവിടെ നിന്ന് ഡയറക്റ്റിങ്, അതിൽ നിന്ന് കൺട്രോളിങ് ആളെന്നുള്ള കാര്യം, അതിൽ നിന്ന് തിരിച്ച് വീണ്ടും പ്ലാനിങ്ങിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അതും കൂടെ പറഞ്ഞു വയ്ക്കുക. ഓക്കെ, നമ്മൾ കൺട്രോൾ ചെയ്തപ്പോൾ മനസ്സിലായി ഒരു കാരണം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ പ്ലാൻ ചെയ്തിരുന്നത് 100 കോടിയുടെ സെയിൽ നടക്കണമെന്നാണ്. അപ്പോൾ ഈ വർഷം നടന്ന സെയിൽ ഒരു 5 കോടി രൂപയുടെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അൺറിയലിസ്റ്റിക്കാണ്. ഒരു കാരണവശാലും ഞാൻ 100 കോടിയുടെ സെയിൽ നടത്താൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ പ്ലാനിങ്ങിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും, ഈ കൺട്രോളിങ്ങിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അപ്ലൈ ചെയ്യും. ഞാൻ 100 കോടി കിട്ടണമെന്ന് പ്ലാൻ ചെയ്യുന്നതില്ല, ഇനി അർത്ഥമില്ല. ഇനി എത്ര നോക്കിയാൽ മതി, ഒരു 8 അല്ലെങ്കിൽ ഒരു 10 കോടി ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഈ വർഷം 5 കോടി കിട്ടിയതിനെ ഡബിൾ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, പിന്നെയും കുഴപ്പമില്ല. അല്ലാതെ ഈ 100 കോടി കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ നടപ്പില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയില്ലേ കൺട്രോളിങ്ങിലൂടെ, അതാണ് കൺട്രോളിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 3 ചോദ്യങ്ങൾക്ക് നമ്മളോട് ഉത്തരം കൊടുക്കും. എന്നാലേ കൺട്രോളിങ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും മനസ്സിൽ വേണം, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ നോക്കേണ്ട പേജ് നമ്പർ 23 പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. FW ടൈലറാണ് ആദ്യമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് മേജർ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഈ ഒരു സാധനം ഇയാളുടെ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പിളും ഹെൻറി ഫയോളുടെ പ്രിൻസിപ്പിൾസും ഒന്ന് നോക്കുക. 4 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതിലെ മേജർ പോയിൻറ്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പോയിന്റ് പറയുന്ന നോക്കിയാൽ ഡെവലപ്പ് എ സയൻസ് ഫോർ ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വർക്ക്. സയൻസ് മീൻസ് എന്താണ്, അവിടെ നമ്മൾ ഒരു ആക്ഷനും അതിൻ്റെ റിസൾട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതിനാണ് സയൻറ്റിഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സയൻറ്റിഫിക്കലി സെലക്ട് സ്റ്റാഫിംഗ് പ്രോപ്പർ ആവണം. സ്റ്റാഫിംഗ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ.
ആദ്യം ഒന്ന് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത ആൾക്കാരെ പ്ലേസ് ചെയ്ത ആൾക്കാർക്ക് എന്ത് കൊടുക്കുക, വേണ്ട ട്രെയിനിങ് അല്ലെങ്കിൽ അവിടെ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക, അവസാനം അവർക്ക് വേണ്ട പ്രൊമോഷനോ കാര്യങ്ങളോ ഉണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാം ഏതിൻ്റെ കീഴിൽ വരും? സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കീഴിൽ വരും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരും. ഓക്കെ, ഒരു പക്ഷേ സ്റ്റാഫിംഗ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത്രേ ഉള്ളൂവെങ്കിലും ഈ പറഞ്ഞതെല്ലാം മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ അവരുടെ പ്രോസസ്സിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവണം. അപ്പോൾ അതാണ് ആ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. മൂന്നാമത്തത് എന്താണ്? ഹാർട്ട്ലി കോർപ്പറേറ്റ് വിത്ത് വർക്കേഴ്സ്. നമുക്ക് എന്ത് വേണം? വർക്കേഴ്സിനിടയിൽ എന്ത് വേണം? ഒരു കോർപ്പറേഷൻ വേണം. പിന്നെ വർക്കിനെ റെസ്പോൺസിബിലിറ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുക. അതായത് എന്താ പറയാനെ, ഡീസെൻട്രലൈസേഷനിലേക്ക് നീങ്ങാം എന്നുള്ള കാര്യമാണ്. ഈ 4 കാര്യമാണ് ആര് പറയുന്നത്? നമ്മുടെ FW ടൈലർ പറയുന്നത്. ടൈലർ പറയുന്നതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിക്കുക എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് ഈ മേജർ ഇപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറഞ്ഞതുപോലെ ഓരോ അപ്രോച്ചുകളുണ്ട്. കണ്ട അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, അതായത് ഹെൻറി ഫയൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ പുള്ളി 14 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. 14 അതിൽ കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. 14 കൊടുത്തിട്ടുണ്ട്. ഈ 14 പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്നൊരു അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇവിടെ 20 മാർക്കിന് ചോദിക്കാവുന്നതാണ്. കാര്യം 14 പോയിന്റ് ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ 20 മാർക്ക് ചോദിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ, ബാക്കിയുള്ള അപ്രോച്ചസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, എനിക്കറിയത്തില്ല. FW ടൈലറും ഹെൻറി ഫയോളുടെ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ചും ഒന്ന് നോക്കി വയ്ക്കുക. 14 ഉണ്ടെന്നതിൽ ഓർത്ത് വയ്ക്കുക. കറക്റ്റ് ഓർഡറിൽ എല്ലാം അങ്ങനെ പ്രോപ്പറായിട്ട് എഴുതാനുള്ളത് കാണത്തില്ല. ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരുപാടടുത്ത് നമ്മളെടുത്ത് പ്രയോഗിക്കുന്ന ഒരു സാധനമാണ്. ഹെൻറി ഫയോൾ പറഞ്ഞൊരു കാര്യമാണ്. എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ 2 പേരിൽ നിന്ന് കമാൻഡ് സ്വീകരിക്കാൻ പാടില്ല. അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. എന്ത് വേണം? ഒരു മനുഷ്യനെ കമാൻഡ് ചെയ്യാൻ അയാൾക്ക് ഡയറക്റ്റ് റിപ്പോർട്ടിങ്, അത് ഹയർ അതോറിറ്റി ആയിട്ട് ഒരാളെ കാണാൻ പാടുള്ളൂ. മനസ്സിലായല്ലേ? അങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് പറയുന്നത്. ശരി, ഇപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ഡിസിപ്ലിൻ വേണം, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ ഇതൊരു ജനറൽ കാര്യമായിട്ട് തോന്നുമെങ്കിലും യൂണിറ്റി ഓഫ് കമാൻഡ് പോലുള്ള ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളുണ്ട്. ഒന്ന് കാര്യമായിട്ട് തന്നെ നോക്കുക. എന്നാലും ഒരു 14 പോയിൻ്റ് അതിനകത്തുണ്ട്, അറിയാമെന്ന് ഉറപ്പാക്കുക. പിന്നെയുള്ള അപ്രോച്ചുകളുണ്ട്. അതിൻ്റെ മിനിമം എന്ത് ചെയ്യുക? ഹെഡിങ്ങും എന്താണ് കാര്യം എന്നുള്ളൊരു ഹെഡിങ് വായിച്ചാൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് ഇവിടെ എന്താണ് നേരത്തെ കണ്ട ഹാവ്ത്രോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഹാവ്ത്രോൺ സ്റ്റഡീസ് വേറെ ഒന്നുമല്ല, ഇത് ആദ്യമായിട്ട് നടന്നൊരു സ്റ്റഡിയാണ്. നമ്മുടെ അപ്രോച്ച് നോക്കിയാണേ, എന്തായിരുന്നു? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചാണ്. വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയും അവിടെ ആ വർക്കേഴ്സിൻ്റെ ചുറ്റുമുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, എന്ത് വലിയ ബിൽഡിങ്ങാണ്, എന്ത് മൊത്തം സ്പേസ് അവർക്കുണ്ട്, അങ്ങനത്തെ എന്ത് കാര്യമാണ്, എല്ലാ ഫാക്ടേഴ്സും എടുത്തു വെച്ചിട്ട് എന്ത് കാര്യമാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി നടത്തിയൊരു സ്റ്റഡിയായിരുന്നു ഹാവ്ത്രോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് വരുന്ന അതിൻ്റെ അകത്ത് അത് വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല, കൈനിട്ടൊക്കെ എഴുതാന്നുള്ളതേ ഉള്ളൂ. സിസ്റ്റം അപ്രോച്ച്, ഡിസിഷൻ, ഈ അപ്രോച്ചുകൾ ജസ്റ്റ് ഒന്ന് പേര് നോക്കി വയ്ക്കുക. എനിക്ക് തോന്നുന്നില്ല വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന്. പക്ഷേ ഹെൻറി ഫയോളും FW ടൈലർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റോൾ ഓഫ് മാനേജറിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യം, ഇതിപ്പോൾ പേജ് നമ്പർ 39 റോൾ ഓഫ് മാനേജറിൻ്റെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഒരു ബേസുള്ള സാധനമാണ്. ഒരു മാനേജറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ വരാം. അയാൾ ഒരു ഇൻ്റർപേഴ്സണൽ, അതായത് ഒരു കാണുന്നവൻ അയാളുടെ ഹെഡായിട്ടോ ലീഡറായിട്ടോ ഒക്കെ തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കണം. അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആളാവണം, വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്ന ആളാവണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മേജറായിട്ട് ഒരു മാനേജർ ഒരു ബിസിനസ്സിനകത്ത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ 20 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് സാധാരണ കാര്യങ്ങൾ മാത്രം, എല്ലാം ഒന്നും ഞാൻ പറയുന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ഇത്ര വർഷങ്ങളായിട്ട് ഈ ഒരു കൊമേഴ്സ് ഫീൽഡ് പഠിപ്പിക്കുന്ന ആളെന്ന നിലയ്ക്ക് എൻ്റെ ഒരു വ്യൂ ആണ് പറയുന്നത്. അതൊക്കെ അറിയാമെന്ന് നിങ്ങളൊന്ന് ഉറപ്പാക്കുക. പിന്നെ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ലെവലും മാനേജ്മെൻറ്റിന് വേണ്ട സ്കിൽസും പറയുന്നുണ്ട്. സിമ്പിളാണ്, ഒന്നറിയാമെന്ന് ഉറപ്പാക്കുക. ജസ്റ്റ് ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിൽ ഉറപ്പാക്കുക. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, മാനേജ്മെൻറ്റ് ലെവൽ അറിയാമല്ലോ. ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ CEO പോലുള്ള ആൾക്കാർ കാണും. മിഡിൽ ലെവൽ ആര് കാണും? ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ കാണും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ, ഓപ്പറേഷൻ്റെ മാനേജർ, അങ്ങനെയുള്ളവർ കാണും. ഇനി ഏറ്റവും ലോ ലെവലിലോ ഈ തൊഴിലാളികളെ നേരിട്ട് നിർദ്ദേശം കൊടുക്കുന്ന ആൾക്കാർ കാണും. ഇത് വലിയ വലിയ കമ്പനികളിലത് ആപ്ലിക്കബിളായിട്ട് വരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് ലെവലുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മാനേജർ ഒന്ന് വായിച്ച് വയ്ക്കുക. സ്വന്തമായിട്ട് എഴുതാൻ അറിയാൻ ഉറപ്പായിട്ടും എവിടെയെങ്കിലും ചോദിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. ഓക്കെ, കയ്യിന്നിട്ട് എഴുതാനുള്ള സാധനങ്ങളേ ഉള്ളൂ. ബട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർ, ഇങ്ങനെ ഒരു ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തവർ ആ ഹെഡിങ്സ് ഒന്നെങ്കിലും ഒന്ന് വായിച്ച് വെച്ചേക്കുക.
ഇനി അവസാനം പറയുന്നതൊക്കെ കുറച്ചൊരു ഒരു ഇന്നോവേറ്റീവായിട്ടൊരു സാധനം കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. മാനേജറിൻ്റെ പല വ്യത്യസ്തമായ റോളുകൾ, അതിലേക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അറിയത്തില്ല, ചിലപ്പോൾ ഇതും ചോദിക്കാം. എന്നാലും ഈ പറഞ്ഞ ജനറലായിട്ടുള്ള കാര്യം, അതൊക്കെയാണ് 20 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പാക്കുക, അറിയാമെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് മുകളിലത്തെ എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അകത്ത് എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് അറിയുന്നതാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. എനിക്ക് അറിയുന്നതെന്ന് തന്നെ അറിഞ്ഞൂടാ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് സമയം കിട്ടുമെന്ന് അറിയത്തില്ല. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ബട്ട് സ്റ്റിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. എന്തുണ്ടായാലും പറയാം. ഓക്കെ, താങ്ക് യു ഓൾ.